ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ലൈഫ് ഷോർ. എല്ലാ കൂട്ടുകാർക്കും ലൈഫ് ഷോറിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് +2 പൊളിറ്റിക്കൽ സയൻസിലെ 4ാമത്തെ അധ്യായമായിരിക്കുന്ന ഇന്ത്യസ് എക്സ്റ്റേണൽ റിലേഷൻസ് എന്ന പാഠഭാഗത്തിന്റെ പുതിയ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് ആണ് നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇവിടെ പറയാൻ പോകുന്ന ക്വസ്റ്റ്യൻസും ആൻസേഴ്സിനെയും ബേസ് ചെയ്തുകൊണ്ട് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ നല്ല ഒരു മാർക്കും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുന്നതാണ്. കാരണം ഈ ഒരു പാഠഭാഗത്തെ ബേസ് ചെയ്തുകൊണ്ട് ചോദിക്കാൻ സാധ്യതയുള്ള എല്ലാ ക്വസ്റ്റ്യൻസിനും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വീഡിയോ ആണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഇംഗ്ലീഷിലാണ് നമ്മൾ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് ഒന്ന് വായിച്ചു പോകുക മാത്രമേ ചെയ്യുകയുള്ളൂ. വല്ല ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമന്റ്സ് ആയിട്ട് അറിയിച്ചാൽ മതിയാകുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലോട്ട് കടന്നാലോ? കടക്കുന്നതിന് മുമ്പായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫാമിലിയിൽ അംഗമായില്ലെങ്കിൽ ഫ്രീ ആയിട്ട് താഴെ കാണുന്ന ചുമന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അതോടൊപ്പം വരുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ ചെയ്യുന്ന എല്ലാ വീഡിയോസും കാര്യങ്ങളും നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് 4ാമത്തെ അധ്യായത്തിലെ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ്, അതേപോലെ തന്നെ ഷോർട്ട് ക്വസ്റ്റ്യൻസ്, അതേപോലെ തന്നെ എസ്എ മോഡൽ ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഈ ഒരു പാഠഭാഗത്തെ ബേസ് ചെയ്തുകൊണ്ടുള്ള എല്ലാ ചോദ്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വീഡിയോ ആണ് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലൂടെ കടക്കാം. അപ്പോൾ ആദ്യമായിട്ട് നോക്കാൻ വേണ്ടി പോകുന്നത് വിച്ച് ആർട്ടിക്കിൾ ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ സേസ് ദി പ്രൊമോഷൻ ഓഫ് ഇന്റർനാഷണൽ പീസ് ആൻഡ് സെക്യൂരിറ്റി. അപ്പോൾ ഈ ഒരു ചോദ്യത്തിലൂടെ ചോദിച്ചിരിക്കുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിൾ ആണ് അന്തർദേശീയ സമാധാനവും അതേപോലെ തന്നെ സുരക്ഷിതത്വം പരിപോഷിപ്പിക്കുന്നത് ഏത് ആർട്ടിക്കിൾ ആണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ എന്നുള്ളത് ആർട്ടിക്കിൾ 51 ആണ്, അഥവാ ആർട്ടിക്കിൾ 51 ആണ് അന്തർദേശീയ സമാധാനവും അതേപോലെ തന്നെ സുരക്ഷിതത്വം പരിപോഷിക്കുന്നത്. ഇനി അടുത്ത രണ്ടാമത്തെ മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് വാട്ട് ആർ ദി ഫീച്ചേഴ്സ് ഓഫ് ആർട്ടിക്കിൾ 51 ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 51ന്റെ സവിശേഷതകൾ എന്തൊക്കെയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതിന്റെ ഫീച്ചേഴ്സും കാര്യങ്ങളും ഒക്കെ അവിടെ പോയിന്റ്സ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒന്നാമത്തെ പോയിന്റ് ആണ് പ്രൊമോട്ട് ഇന്റർനാഷണൽ പീസ് ആൻഡ് സെക്യൂരിറ്റി, അഥവാ അന്താരാഷ്ട്ര സമാധാനവും അതേപോലെ തന്നെ സുരക്ഷിതത്വം പരിപോഷിപ്പിക്കുക. അതേപോലെ തന്നെ മെയിൻറ്റെയിൻ ജസ്റ്റ് ആൻഡ് ഓണറബിൾ റിലേഷൻസ് ബിറ്റ്വീൻ നാഷൻസ്, രാഷ്ട്രങ്ങൾക്കിടയിൽ നീതിയും അതേപോലെ തന്നെ അന്തസ്സുറ്റതുമായിരിക്കുന്ന ബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കുക എന്നതാണ്. ഇനി അടുത്ത മൂന്നാമതായിട്ടുള്ളത് ഫോസ്റ്റർ റെസ്പെക്ട് ഫോർ ഇന്റർനാഷണൽ ലോ ആൻഡ് ട്രീറ്റി ഒബ്ലിഗേഷൻസ്, അന്തർദേശീയ നിയമങ്ങളെയും വ്യവസ്ഥയും ബഹുമാനിക്കുക എന്നുള്ളതാണ്. ഇനി അടുത്ത ഏറ്റവും അവസാനത്തെ മറ്റൊരു പോയിന്റ് ആണ് എൻകറേജ് സെറ്റിൽമെന്റ് ഓഫ് ഇന്റർനാഷണൽ ഡിസ്പ്യൂട്ട്സ് ബൈ ആർബിട്രേഷൻ, അഥവാ അന്തർദേശീയമായിട്ട് നടക്കുന്ന തർക്കങ്ങളോ കാര്യങ്ങളോ ഒക്കെ മധ്യസ്ഥതയിലൂടെ ഒരു തീരുമാനത്തിലെത്തി പരിഹരിക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുക എന്നതാണ് 4ാമത്തെ ഏറ്റവും അവസാനത്തെ പോയിന്റ് എന്നത്. ഇനി അടുത്തായിട്ട് നോക്കാൻ വേണ്ടി പോകുന്നത് മൂന്നാമത്തെ മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് ഹു വാസ് ദി ഫസ്റ്റ് ഫോറിൻ മിനിസ്റ്റർ ഓഫ് ഇന്ത്യ. അപ്പോൾ ഇന്ത്യയുടെ ആദ്യത്തെ വിദേശകാര്യ മന്ത്രി ആരായിരുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതിന്റെ ആൻസർ എന്നുള്ളത് ആദ്യത്തെ ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രി ജവഹർലാൽ നെഹ്റു ആണ് ആദ്യത്തെ വിദേശകാര്യ മന്ത്രി. ഇനി അടുത്തുള്ള മറ്റൊരു ചോദ്യമാണ് വാട്ട് ആർ ദി 3 മേജർ ഒബ്ജക്റ്റീവ്സ് ഓഫ് നെഹ്റുസ് ഫോറിൻ പോളിസി. അപ്പോൾ നെഹ്റുവിന്റെ വിദേശ നയത്തിന്റെ പ്രധാനപ്പെട്ട 3 ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ലക്ഷ്യങ്ങൾ അവിടെ താഴെ പോയിന്റ്സുകളായിട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തെ പോയിന്റ് ആണ് പ്രിസർവ് ദി സോവറിനിറ്റി. അപ്പോൾ ഒന്നാമതായിട്ട് രാഷ്ട്രത്തിന്റെ പരമാധികാരം നിലനിർത്തുക എന്നതാണ്. രണ്ടാമതായിട്ട് പ്രൊട്ടക്ട് ടെറിട്ടോറിയൽ ഇന്റഗ്രിറ്റി, അഥവാ ഭൂമിശാസ്ത്രപരമായ അഖണ്ഡത സംരക്ഷിക്കുക എന്നതാണ് രണ്ടാമത്തെ പോയിന്റ്. മൂന്നാമതായിട്ട് പ്രൊമോട്ട് റാപ്പിഡ് എക്കണോമിക് ഡെവലപ്മെന്റ്, അഥവാ ദ്രുതഗതിയിലുള്ള സാമ്പത്തിക വികസനത്തെ പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് ഏറ്റവും അവസാനത്തെ പോയിന്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. അടുത്ത അഞ്ചാമത്തെ മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് വൈ ഡിഡ് ഇന്ത്യ അഡോപ്റ്റ് ദി പോളിസി ഓഫ് നോൺ അലൈൻമെന്റ്. അപ്പോൾ ഇന്ത്യ എന്തുകൊണ്ടാണ് ചേരിചേരാ നയം സ്വീകരിച്ചിരിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതിന്റെ ആൻസർ എന്നുള്ളത് ഇന്ത്യസ് ഫോറിൻ പോളിസി എയിംസ് ടു റെസ്പെക്ട് ദി സോവറിനിറ്റി ഓഫ് അതർ നാഷൻസ് ആൻഡ് അച്ചീവ് സെക്യൂരിറ്റി ത്രൂ ദി മെയിന്റനൻസ് ഓഫ് പീസ്. ഇന്ത്യ അഡ്വക്കേറ്റഡ് നോൺ അലൈൻമെന്റ് ആസ് ദി ഐഡിയൽ ഫോറിൻ പോളിസി അപ്രോച്ച്. ഇന്ത്യ വാണ്ടഡ് ടു കീപ് away from the military alliance led by US and Soviet Union against each other. At the same time, non-alignment policy allowed India to gain assistance both from USA and USSR. ഇനി അടുത്ത ആറാമത്തെ മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് വിച്ച് കോൺഫറൻസ് ലെഡ് ടു ദി എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് നോൺ അലൈൻമെന്റ് മൂവ്മെന്റ്. അപ്പോൾ ചേരിചേരാ പ്രസ്ഥാനത്തിന്റെ രൂപീകരണത്തിലേക്ക് വഴിതെളിച്ചിരിക്കുന്ന സമ്മേളനം ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതിന്റെ ആൻസർ ആയിട്ട് കൊടുത്തിരിക്കുന്നത് ബന്തോങ് കോൺഫറൻസ് ഇൻ ഇന്തോനേഷ്യ 1955, 1955 ഇന്തോനേഷ്യയിൽ നടന്നിരിക്കുന്ന ബന്തോങ് സമ്മേളനത്തിലൂടെയാണ് ചേരിചേരാ പ്രസ്ഥാനത്തിലേക്ക് രൂപീകരണം കൊടുത്തിരിക്കുന്നത്. ഇനി അടുത്തായിട്ട് വേർഡ് ദി ഫസ്റ്റ് സമ്മിറ്റ് ഓഫ് ദി NAM വാസ് ഹെൽഡ്. ആദ്യമായിട്ട് ചേരിചേരാ പ്രസ്ഥാനത്തിന് സമ്മേളനം നടത്തിയിരിക്കുന്നത് എവിടെ വെച്ചായിരുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 1961 ബൽഗ്രേഡിൽ വെച്ചുകൊണ്ടാണ് ആദ്യ ചേരിചേരാ പ്രസ്ഥാനത്തിന് സമ്മേളനം നടത്തിയിരിക്കുന്നത്. അടുത്തായിട്ട് ഹു വാസ് ദി ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ പ്ലേഡ് ആൻ ഇമ്പോർട്ടന്റ് റോൾ ഇൻ ഫോർമേഷൻ ഓഫ് NAM.
അപ്പോൾ ചേരിചേരാ പ്രസ്ഥാനത്തിന്റെ രൂപീകരണത്തിന് പ്രധാന പങ്ക് വഹിച്ചിരിക്കുന്ന പ്രധാനമന്ത്രി ആരാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ചേരിചേരാ പ്രസ്ഥാനത്തിന്റെ രൂപീകരണത്തിന് പ്രധാനമായിട്ടും പങ്ക് വഹിച്ചിരിക്കുന്ന പ്രസിഡന്റാണ് ജവഹർലാൽ നെഹ്റു ആണ്. അടുത്തതായിട്ട് നോക്കാൻ വേണ്ടി പോകുന്നത് ഇന്ത്യയിൽ നടപ്പിലാക്കിയിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു പദ്ധതിയാണല്ലോ പഞ്ചശീല തത്വങ്ങൾ എന്നുള്ളത്. അപ്പോൾ ഈ പഞ്ചശീല തത്വങ്ങളെ കുറിച്ചാണ് നോക്കാൻ വേണ്ടി പോകുന്നത്. വാട്ട് ഈസ് പഞ്ചശീൽ എന്ന ചോദ്യമാണ് അടുത്തത്. അപ്പോൾ എന്താണ് പഞ്ചശീല തത്വങ്ങൾ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതിന്റെ ആൻസർ എന്നത് പഞ്ചശീൽ വാസ് an agreement signed by the Indian Prime Minister Nehru and the Chinese Premier Zhou Enlai in 1954. It was a set of 5 principles of peaceful coexistence between India and China. അപ്പോൾ ഇന്ത്യയും ചൈനയും തമ്മിൽ നടന്നിരിക്കുന്ന സഹവർത്തിത്വത്തിന്റെ പേരിൽ സമാധാനവും കാര്യവും ഒക്കെ നിലനിർത്തുക എന്നതിന്റെ പേരിൽ നടന്നിരിക്കുന്ന തത്വമാണ് പഞ്ചശീല തത്വം എന്നത്. അടുത്തായിട്ട് നോക്കാൻ വേണ്ടി പോകുന്നത് ഹു വാസ് ദ ടിബറ്റൻ സ്പിരിച്വൽ ലീഡർ അക്കംപനൈഡ് ദ ചൈനീസ് പ്രീമിയർ ചൗ എൻലൈ ഇൻ ഹിസ് വിസിറ്റ് ടു ഇന്ത്യ ഇൻ 1956. അപ്പോൾ 1956 ചൈനയുടെ പ്രീമിയർ ആയിരുന്ന ചൗ എൻലൈ ഇന്ത്യ സന്ദർശിച്ചപ്പോൾ അദ്ദേഹത്തെ അനുഗമിച്ചിരുന്ന ടിബറ്റിന്റെ ആത്മീയ നേതാവ് ആരായിരുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തെ അനുഗമിച്ചിരുന്ന ടിബറ്റിന്റെ നേതാവായിരുന്നു ദലൈലാമ ആയിരുന്നു അദ്ദേഹത്തെ അനുഗമിച്ചിരുന്നത്. അതേപോലെ തന്നെ ഹു വാസ് ദ ടിബറ്റൻ സ്പിരിച്വൽ ലീഡർ സോട്ട് ബൈ അസൈലം ഇന്ത്യ ഇൻ 1959. അപ്പോൾ 1959 ഇന്ത്യയിൽ അഭയം പ്രാപിച്ചിരിക്കുന്ന ടിബറ്റിന്റെ ആത്മീയ നേതാവ് ആരായിരുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ 1959 ഇന്ത്യയിൽ അഭയം പ്രാപിച്ചിരിക്കുന്ന ടിബറ്റിന്റെ ആത്മീയ നേതാവാണ് ദലൈലാമ ആയിരുന്നു ഇന്ത്യയിൽ അഭയം പ്രാപിച്ചിരിക്കുന്നത്. അടുത്തായിട്ട് വിച്ച് വാസ് ദി ലാർജസ്റ്റ് റെഫ്യൂജി സെറ്റിൽമെന്റ് ഓഫ് ടിബറ്റൻസ് ഇൻ ഇന്ത്യ. അപ്പോൾ ഹിമാചൽ പ്രദേശിലുള്ള ധർമ്മശാലയിലാണ്. അടുത്തായിട്ട് വേർ ഡസ് ദലൈലാമ ലിവ് ഇൻ ഇന്ത്യ. അപ്പോൾ ഇന്ത്യയിൽ എവിടെയാണ് ദലൈലാമ അഭയം പ്രാപിച്ചിരിക്കുന്നത്? അപ്പോൾ ദലൈലാമ ഇന്ത്യയിൽ അഭയം പ്രാപിച്ചിരിക്കുന്നത് ഹിമാചൽ പ്രദേശിലെ ധർമ്മശാലയിലാണ് അഭയം പ്രാപിച്ചിരിക്കുന്നത്. ഇനി അടുത്ത മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് വാട്ട് വേർ ദ റീസൺ ഫോർ ഇന്ത്യ ചൈന വാർ ഇൻ 1962. അപ്പോൾ 1962 ഇന്ത്യ ചൈന യുദ്ധത്തിലേക്ക് വഴിതെളിച്ചിരിക്കുന്ന സാഹചര്യങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ചൈന annexed Tibet in 1915 and began to suppress Tibetan culture. The Tibetan spiritual leader Dalai Lama obtained political asylum in India in 1959. Besides, China claimed Aksai Chin area and NEF Arunachal Pradesh within Indian territory. In 1962 October, China invaded on both the disputed regions and captured some key areas in Arunachal Pradesh. These factors led to India-China war in 1962. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് 1962 ഇന്ത്യ ചൈന യുദ്ധത്തിലേക്ക് വഴിതെളിച്ചിരിക്കുന്ന സാഹചര്യങ്ങൾ. ഇനി അടുത്തായിട്ട് റൈറ്റ് ദി ഇമ്പാക്ട് ഓഫ് ഇൻഡോ-ചൈന വാർ ഇൻ ഇന്ത്യൻ പൊളിറ്റിക്സ്. അപ്പോൾ 1962 ഇന്ത്യ ചൈന യുദ്ധം മൂലം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കിയിരിക്കുന്ന പ്രത്യാഘാതങ്ങൾ എന്തെല്ലാം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അവിടെ പോയിന്റ്സുകളായിട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തെ പോയിന്റ് ആണ് ഇറ്റ് സ്ട്രെങ്തൻഡ് എ സ്പിരിറ്റ് ഓഫ് നാഷണലിസം ഇൻ ഇന്ത്യ. നെഹ്റുസ് ഫോറിൻ പോളിസി വാസ് സെവർലി ക്രിട്ടിസൈസ്ഡ്. Defense Minister V. Krishna Menon had to leave the cabinet. No confidence motion against Nehru's ministry. Congress lost some key by election to Lok Sabha. It led to the split in Communist Party of India. The political mode of the country had begun to change. The process of the reorganization of Northeast region began soon after the China war. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കിയിരിക്കുന്ന പ്രത്യാഘാതങ്ങൾ. ഇനി അടുത്തായിട്ട് ഹു വാസ് ദ ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ വിസിറ്റഡ് ദ ചൈന ആഫ്റ്റർ നെഹ്റു. നെഹ്റുവിന് ശേഷം ആദ്യത്തെ ചൈന സന്ദർശിച്ചിരിക്കുന്ന ആദ്യത്തെ പ്രധാനമന്ത്രി ആരായിരുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതിന്റെ ആൻസർ എന്നുള്ളത് രാജീവ് ഗാന്ധിയാണ് നെഹ്റുവിന് ശേഷം ആദ്യമായിട്ട് ചൈന സന്ദർശിച്ചിരിക്കുന്നത്. ഇനി അടുത്തായിട്ട് ഹു വാസ് ദ ഡിഫൻസ് മിനിസ്റ്റർ റിസൈൻഡ് ഫ്രം നെഹ്റുസ് മിനിസ്ട്രി ആഫ്റ്റർ ദി ഇന്ത്യ ചൈന വാർ ഇൻ 1962. വി കെ കൃഷ്ണമേനോനാണ് 1962 ഇന്ത്യ ചൈന യുദ്ധത്തെ തുടർന്ന് നെഹ്റു മന്ത്രിസഭയിൽ നിന്നും രാജിവെച്ചിരിക്കുന്ന പ്രതിരോധ മന്ത്രി. ഇനി അടുത്തായിട്ട് റൈറ്റ് അബൌട്ട് ദി സ്പ്ലിറ്റ് ഇൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ CPI. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയുടെ പിളർപ്പിനെ കുറിച്ച് വിവരിക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഇന്ത്യ ചൈന വാർ ലെഡ് ടു ഡിഫറൻസ് വിത്തിൻ ദി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ. പ്രോ ചൈന ഫാക്ഷൻ വാസ് അഗൈൻസ്റ്റ് എനി ടൈസ് വിത്ത് ദി കോൺഗ്രസ് വൈൽ ദി പ്രോ USSR faction made ties with the Congress. It led to split in Communist Party of India 1964. Leaders of pro-China faction formed the Communist Party of India, Marxist CPIM. അപ്പോൾ ഈ ഒരു സാഹചര്യങ്ങൾ കൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ പിളർന്നിരിക്കുന്നത്. ഇനി അടുത്തതായിട്ട് എയിം ഓഫ് ദി എഗ്രിമെന്റ് ബൈ വിച്ച് ഇൻഡോ-പാക് വാർ ഇൻ 1965 came to an end. അപ്പോൾ 1965 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം അവസാനിച്ചത് ഏത് കരാർ പ്രകാരമാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതിന്റെ ആൻസർ എന്നുള്ളത് താഷ്കന്റ് എഗ്രിമെന്റ് ആണ്. അപ്പോൾ താഷ്കന്റ് എഗ്രിമെന്റ് മൂലമാണ് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം അവസാനിച്ചിരിക്കുന്നത്. ഇനി അടുത്തായിട്ട് വാട്ട് വാസ് ദി താഷ്കന്റ് എഗ്രിമെന്റ്, എന്താണ് താഷ്കന്റ് കരാർ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. താഷ്കന്റ് എഗ്രിമെന്റ് വാസ് an agreement by which Indo-Pak war came to an end. It was signed by Indian Prime Minister Lal Bahadur Shastri and Pakistan General Ayub Khan in 1966.
1946, Soviet Union played an important role to make Tashkent Agreement. ഇനി അടുത്ത describe the factors led Bangladesh Liberation War in 1961, Indo-Pak War. In the general election of 1917, Zulfikar Ali Bhutto's Pakistan People Party was secured majority in West Pakistan, while the Awami League led by Sheikh Mujibur Rahman secured majority in East Pakistan. The people of East Pakistan were treated as second-class citizens by the rulers based in West Pakistan. The Pakistani rulers were not willing to accept the Awami League's demand for a federation. In 1997, Pakistani army arrested Sheikh Mujib and unleashed a reign of terror on the people of East Pakistan. The people of East Pakistan started a struggle to liberate Bangladesh from Pakistan. India gave the support of freedom struggle in Bangladesh. Pakistan accused that India was behind the conspiracy of dividing Pakistan. It led to a war between India and Pakistan in 1997. December, finally Pakistan army had to surrender and Bangladesh became free in 1997. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും വഴിതെളിയിച്ചിരിക്കുന്ന സാഹചര്യങ്ങൾ. ഇനി അടുത്തായിട്ട് വാട്ട് വാസ് ദ ഷിംല അഗ്രിമെന്റ്. അപ്പോൾ എന്താണ് ഷിംല കരാർ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഷിംല അഗ്രിമെന്റ് വാസ് സൈൻഡ് ബിറ്റ്വീൻ ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ഇന്ദിരാ ഗാന്ധി ആൻഡ് പാകിസ്ഥാൻ പ്രസിഡന്റ് Zulfikar Ali Bhutto on 3rd July 1972. It was followed the Bangladesh Liberation War in 1961. It secured peace between India and Pakistan since Indo-Pak War in 1971. That explain about Kargil War. അപ്പോൾ കാർഗിൽ യുദ്ധത്തെ കുറിച്ച് വിശദീകരിക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. In 1999, several points of the LOC in the Mashko, Dras, Kaskar and Baktalik areas were occupied by Mujahideen with the support of Pakistan army. This led to a confrontation between India and Pakistan in 1999. This is known as the Kargil conflict. India had recovered control of many of the lost points. ഇനി അടുത്തതായിട്ട് നോക്കാൻ വേണ്ടി പോകുന്നത് ഇന്ത്യയുടെ ആണവ നയത്തെ കുറിച്ചാണ് നോക്കാൻ വേണ്ടി പോകുന്നത്. വാട്ട് ഈസ് ഇന്ത്യസ് ന്യൂക്ലിയർ പോളിസി. അപ്പോൾ ഇന്ത്യയുടെ ആണവ നയം എന്തായിരുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പോയിന്റ്സുകളായിട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തെ പോയിന്റ് ആണ് ഇന്ത്യ കൺസിഡർഡ് ന്യൂക്ലിയർ പവർ ആസ് ദി സിഗ്നിഫിക്കന്റ് കോമ്പോണന്റ് ഓഫ് ഇൻഡസ്ട്രിയലൈസേഷൻ. ഇന്ത്യ വാണ്ടഡ് ടു ജനറേറ്റ് അറ്റോമിക് എനർജി ഫോർ പീസ്ഫുൾ പർപ്പസ്. ഇന്ത്യ pleaded for comprehensive nuclear disarmament. India always considered the NPT as discriminatory and had refused to sign it. India advocates no first use. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്ത്യയുടെ ആണവ നയങ്ങൾ എന്ന് പറയപ്പെടുന്നത്. അടുത്ത when did India undertaken its first nuclear explosion. അപ്പോൾ ഇന്ത്യയിൽ ആദ്യത്തെ ആണവ വിസ്ഫോടനം നടത്തിയിരിക്കുന്നത് എപ്പോഴാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 1974 മെയിലാണ്. അപ്പോൾ 1974 മെയിലാണ് ആദ്യത്തെ ആണവ വിസ്ഫോടനം നടത്തിയിരിക്കുന്നത്. ഇനി അടുത്തതായിട്ട് നോക്കാൻ വേണ്ടി പോകുന്നത് നെഹ്റുവിന്റെ വിദേശ ബന്ധങ്ങളുമായി ബന്ധപ്പെട്ടാണ് നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ അവിടെ കൊടുത്തിട്ടുണ്ട്. Why did Nehru regard conduct of foreign relations as an essential indicator of independence? State any two reasons with example to support a reading. അപ്പോൾ അവിടെ ചോദിച്ചിരിക്കുന്നത് നെഹ്റു എന്തുകൊണ്ടാണ് ഒരു വിദേശ നയം സ്വാതന്ത്ര്യത്തിന് അനിവാര്യമാണ് എന്ന് പറയപ്പെടുന്നത്. അതേപോലെ നിങ്ങളുടെ ഉത്തരത്തിന് പിൻബലമായി രണ്ട് കാരണങ്ങൾ കൂടി ഉദാഹരണം സഹിതം പറയാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിന്റെ ആൻസർ നമുക്ക് നോക്കാം. അവിടെ കൊടുത്തിട്ടുണ്ട്. അവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഒന്നാമതായിട്ട് many of the Afro-Asian countries including India became free from colonialism in the backdrop of World War. These countries were trying to face the twin challenges of welfare and democracy. India wanted to respect the sovereignty of other nations and to achieve security through the maintenance of peace. Thus, India considered foreign relations as an essential indicator of independence. Following example shows Article 51 of Indian Constitution lays down the promotion of international peace and security. India advocated the policy of non-alignment. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും അവിടെ നമ്മൾ ഉദാഹരണ സഹിതം ചേർത്ത് കൊടുക്കേണ്ട കാര്യങ്ങൾ. ഇനി അടുത്തതായിട്ട് ഐഡന്റിഫൈ any two aspects of India's foreign policy that you would like to retain and two that you would like to change. If you were to become a decision maker, give a reason to support your position. അപ്പോൾ അവിടെ ചോദിച്ചിരിക്കുന്നത് ഇന്ത്യൻ വിദേശ നയത്തിൽ നിങ്ങൾ നിലനിർത്താൻ ആഗ്രഹിക്കുന്ന രണ്ട് കാഴ്ചപ്പാടുകളെ കുറിച്ചും അതേപോലെ തന്നെ ഒഴിവാക്കാൻ ആഗ്രഹിക്കുന്ന രണ്ട് കാര്യങ്ങളെ കുറിച്ചും കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവിടെ എന്തൊക്കെ കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഈ ഒരു ആൻസർ ഉൾപ്പെടുത്തേണ്ടത് നമുക്ക് നോക്കാം. അവിടെ കൊടുത്തിട്ടുണ്ട് പോയിന്റ്സുകളായിട്ട്. അപ്പോൾ ആദ്യമായിട്ട് നോക്കാൻ വേണ്ടി പോകുന്നത് ഇന്ത്യൻ വിദേശ നയത്തിൽ നിലനിർത്തേണ്ട കാര്യങ്ങളാണ് ആദ്യമായിട്ട് നോക്കാൻ വേണ്ടി പോകുന്നത്. ടു ആസ്പെക്ട്സ് ഓഫ് ഇന്ത്യൻ ഫോറിൻ പോളിസി ദാറ്റ് ടു ബി റിറ്റെയിൻ. അപ്പോൾ അതിന്റെ രണ്ട് പോയിന്റ്സുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇന്ത്യസ് ഡിസിഷൻ ടു റെസ്പെക്ട് ദി സോവറിനിറ്റി ഓഫ് ഓൾ other nations and to achieve security through the maintenance of peace. അതേപോലെ തന്നെ രണ്ടാമതായിട്ട് India's decision to keep away from the military alliances. ഇനി അടുത്തായിട്ട് മാറ്റപ്പെടേണ്ട രണ്ട് നയങ്ങളാണ് നോക്കാൻ വേണ്ടി പോകുന്നത്.
two aspects of India's foreign policy that to be changed. അപ്പോൾ ഒന്നാമതായിട്ട് പ്രോ US foreign policy India especially since 1990. രണ്ടാമതായിട്ട് focus on economic interest that military interest especially in the context of border conflict. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും മാറ്റപ്പെടേണ്ട ഇന്ത്യയുടെ വിദേശ നയങ്ങൾ എന്ന് പറയപ്പെടുന്നത്. ഇനി അടുത്തായിട്ട് നോക്കാൻ വേണ്ടി പോകുന്നത് വാട്ട് ഈസ് ദ ബേസിക് പ്രിൻസിപ്പിൾ ഓഫ് ഇന്ത്യസ് ന്യൂക്ലിയർ ഡോക്ട്രൈൻ. അപ്പോൾ ഇന്ത്യയുടെ ആണവ സിദ്ധാന്തത്തിന്റെ അടിസ്ഥാന തത്വം എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇന്ത്യയുടെ ആണവ നയത്തിന്റെ അടിസ്ഥാന തത്വം എന്ന് പറയപ്പെടുന്നത് നോ ഫസ്റ്റ് യൂസ് എന്നതായിരുന്നു, അഥവാ ആദ്യമായിട്ട് ഉപയോഗിക്കില്ല എന്നതാണ് അടിസ്ഥാന തത്വം. അടുത്തതായിട്ട് ഈ ഒരു പാഠഭാഗത്തിലെ ഏറ്റവും അവസാനത്തെ ഒരു ചോദ്യമാണ് വൈ ഡസ് ഇന്ത്യ റിഫ്യൂസ്ഡ് ടു സൈൻ ന്യൂക്ലിയർ നോൺ പ്രൊലിഫറേഷൻ ട്രീറ്റി മീൻസ് NPT ആൻഡ് കോംപ്രഹെൻസീവ് ടെസ്റ്റ് ബാൻ ട്രീറ്റി മീൻസ് CTBT. അപ്പോൾ എന്തുകൊണ്ടാണ് ഇന്ത്യ ആണവ നിർവ്യാപന കരാറിലും അതേപോലെ തന്നെ ആണവ പരീക്ഷണ നിരോധന ഉടമ്പടിയിലും ഇന്ത്യ എന്തുകൊണ്ടാണ് ഒപ്പുവെക്കാൻ വിസമ്മതിച്ചിരിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതിന്റെ ആൻസർ ഇന്ത്യ കൺസിഡർഡ് ദ NPT ആസ് എ ഡിസ്ക്രിമിനേറ്ററി ആൻഡ് ഹാഡ് റിഫ്യൂസ്ഡ് ടു സൈൻ ഇറ്റ്. ഇന്ത്യ alleged that they were applicable to the non-nuclear powers and legitimized the monopoly of the 5 nuclear weapons power. Thus, India opposed to sign the Nuclear Non-Proliferation Treaty means NPT and Comprehensive Test Ban Treaty means CTBT. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കൊണ്ടാണ് ഇന്ത്യ ആ ഒരു കരാറിൽ ഒപ്പുവെക്കാൻ വിസമ്മതിച്ചിരുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിരിക്കുന്നത്. വീഡിയോയും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും. അതേപോലെ തന്നെ മറ്റൊരു പുതിയ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ ഓൾ.